അങ്ങനെ രാമായണം 24,000 ശ്ലോകങ്ങളിൽ കൂടെ രാമായണം രചിച്ച് വളരെ സന്തോഷമായി അത് സാധിച്ചതിൽ ആ സന്തോഷം കൊണ്ട് ഇരിക്കുന്ന സമയത്ത് താൻ തന്നെ ചിന്തിക്കാണ്, ഇത് തന്നോട് നശിച്ചു പോകുമോ, ഇത് മറ്റവർക്ക് ഇത് വരും ഭാവി തലമുറയ്ക്ക് ഇത് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കണ്ണോടിച്ച് ധ്യാനിക്കുന്ന സമയത്ത് 2 പുത്രന്മാര് അവിടെ വന്നിട്ട് ഋഷിയുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുകയാണ്. അവരാണ് ലവകുശന്മാർ. ആശ്രമത്തിൽ ശിഷ്യന്മാരായിട്ട് വസിക്കുന്ന ഒരുപാട് അനവധി ശിഷ്യന്മാരിൽ ഇവർ 2 പേരും അവിടെ ഇന്നുണ്ട് വാൽമീകി ആശ്രമത്തിൽ. അവരൊന്ന് നമസ്കാരം. അപ്പൊ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആരെ കണ്ടു? വളരെ ബ്രഹ്മചാരി തേജസ്വികളായിട്ടുള്ള 2 ലവകുശന്മാരെ കണ്ടു. മനസ്സിലായി, താൻ പ്രാർത്ഥിച്ചെന്ന മറുപടി അപ്പൊ തന്നെ കിട്ടി. ആരാണ് ഭാവിയിൽ രാമായണം പ്രചരിപ്പിക്കാൻ പോകുന്നത് എന്ന് വാൽമീകി മനസ്സിലായി. അപ്പൊ തന്നെ ആളെ കണ്ടുപിടിച്ചു. ഇവർക്ക് രാമായണം പഠിപ്പിച്ചു കൊടുക്കാം എന്ന് ലവകുശന്മാരെ രാമായണം പഠിപ്പിച്ചു. അവര് അക്ഷരം പ്രതി 24,000 ശ്ലോകങ്ങളും ഏകസന്ധഗ്രഹമായിട്ട് മനസ്സിലാക്കി. എന്നിട്ട് അതിനുശേഷം വാൽമീകിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ ഭൂമി മുഴുവൻ സഞ്ചരിച്ച് രാമായണം പ്രചരിപ്പിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ ആ യാത്രയിൽ മധ്യേ എവിടെയും കൂടെ എത്തി? അയോധ്യയിലെത്തി. അവിടെ ശ്രീരാമൻ രാജാവായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി. ശ്രീരാമൻ ഇങ്ങനെ 2 ബ്രഹ്മചാരികളെ വിളിച്ചു വന്ന ഉടനെ രാമൻ കണ്ടോന്ന് വളരെ ഇഷ്ടമായി. കുട്ടികളെ കണ്ടോന്ന്. ആരാണ്? ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സുപുത്രന്മാരാണ്. അപ്പൊ അവരെ കൊണ്ട് തന്നെ പക്ഷെ പറയാൻ പറ്റില്ലല്ലോ, ആരാണെന്ന് അറിയില്ല. പക്ഷെ ഈ കുട്ടികളെ കണ്ട മാത്രമേ ഒരു പ്രത്യേക സ്നേഹം, ഒരു വാത്സല്യം, അത് രക്തബന്ധമാണ്. അപ്പോ ഉടനെ ഭഗവാൻ അവരെ കൊണ്ട് രാമായണം ജനിച്ചു. അങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെ രാമായണം പറഞ്ഞു കൊടുത്ത ആൾക്കാരായി കൃഷ്ണന്മാർ. അങ്ങനെ രാമായണം മുഴുവൻ അവർ കേട്ടും താടകവധത്തിന് ഈ ബല അതിബല എന്നുള്ള ആ ഭാഗം ഒന്ന് ക്ലിയർ ആയി എങ്ങനെ സഹായിച്ചത് താടകവധത്തിന്? വിശ്വാമിത്രർ ശ്രീരാമചന്ദ്ര ഭഗവാന് ശിവൻ കൊടുത്ത ആയുധം കൊടുത്തു, മന്ത്രം. ഈ ബല അതിബല എന്ന് പറയുന്ന മന്ത്രമാണ്. അന്ന് മന്ത്രമാണ് ആയുധം. അതായത് സ്ഥൂല വസ്തുക്കളല്ല അവർ ഉപയോഗിക്കുന്നത്, മന്ത്രം കൊണ്ട്. ഇപ്പോ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന ഒരു മന്ത്രമാണ്, ഒരു ബാഹ്യ വസ്തു അല്ല. അത് മന്ത്രം ചൊല്ലിയാൽ ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് അത് സംഭവിക്കും. അപ്പോൾ ബല അതിബല എന്ന് പറയുന്ന മന്ത്രങ്ങളാണ്. എല്ലാം പൂർത്തിയാക്കിയവരാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. ഹെർഗ്രേസ് സദരൂപ ജഗന്മാതാ ദേവിദാസി. ക്ലാസ് കൊടുക്കണം. പഴയ മാതാജിയുടെ സേവനത്തിന് ഒരു ബിഗ് ഹരി ബോൾ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. Hare